സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വയനാട് ദുരന്തത്തിൽ കഷ്ടത അനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും സുമനസ്സുകൾ സഹായഹസ്തം നീട്ടിക്കൊണ്ടിരിക്കുന്നു. കാശിൻ്റെ രൂപത്തിലല്ലാതെ തങ്ങളുടെ കഴിവനുസരിച്ചുള്ള സഹായങ്ങളും പലരും വാഗ്ദാനം നൽകിക്കഴിഞ്ഞു, ചെയ്തു കഴിഞ്ഞു. അപ്പോൾ മനുഷ്യ മനസ്സാക്ഷി മരവിച്ചിട്ടില്ല എന്നതിനൊരു ഉത്തമ ദൃഷ്ടാന്തമാണ് ഈ കാര്യങ്ങളൊക്കെ. ദുരിതാശ്വാസ നിധിയിലേക്ക്, വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായ നൽകുന്നവരുടെ വിവരങ്ങളും മറ്റുമൊക്കെ വിശദമായി നാമൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും വാർത്താമാധ്യമങ്ങളിലും നിത്യം കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. അതെൻ്റെ പ്രേക്ഷകർക്കും അറിയാം. പ്രശസ്തരും ശ്രീ മോഹൻലാൽ, ശ്രീ മമ്മൂട്ടി, ശ്രീ കമലഹാസൻ തുടങ്ങിയ പ്രശസ്തരും സംഭാവന ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിക്കഴിഞ്ഞു. മറ്റ് പല സഹായ വാഗ്ദാനങ്ങളും പ്രശസ്തരും അപ്രശസ്തരും നൽകിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടെ എൻ്റെ ചെറിയ മനസ്സിലൊരു സംശയം ഉടലെടുക്കുകയാണ്. ശ്രീ ഇളയരാജ, സംഗീത സംവിധായകൻ ശ്രീ ഇളയരാജ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് എന്തെങ്കിലും സംഭാവന നൽകിയോ? എൻ്റെ അറിവിൽ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ കുഞ്ഞ് അറിവിനപ്പുറം എൻ്റെ പ്രേക്ഷകര് ഇക്കാര്യത്തിൽ എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ അത് കമൻ്റ് ചെയ്യുക. ഇപ്പോൾ ഇളയരാജ സഹായം നിർബന്ധമായും നൽകണമെന്ന ഒരു നിയമവും അനുശാസിക്കുന്നില്ല. അത് വേറെ കാര്യം. അതാ ഓരോ വ്യക്തിയുടെയും മനസാക്ഷി പടിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം. എങ്കിലും താൻ ചെയ്ത ഗാനങ്ങൾക്ക് പകർപ്പവകാശം വേണമെന്നും അനാവശ്യ വാശിയും മറ്റും കാണിക്കുന്ന ഇളയരാജ എന്ത് നൽകി എന്നറിയാനൊരു സഹായം നൽകിയെന്ന് അറിയാൻ നിങ്ങളിൽ പലരെയും പോലെ എനിക്കും ആഗ്രഹം തോന്നിപ്പോകുന്നു. അപ്പോൾ അങ്ങനെ ഇളയരാജ നൽകിയിരിക്കണമെന്ന നിയമമൊന്നുമില്ല. അത് നേരത്തെ സൂചിപ്പിച്ച പോലെ നിങ്ങൾക്കും എനിക്കും അറിയാം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പ്രേക്ഷകർ കമൻ്റ് ചെയ്യുക. ഇപ്പോൾ ഇടയ്ക്ക് മഞ്ഞുമൽ ബോയ്സിൻ്റെ ടീമിനോട് ഇളയരാജ തൻ്റെ ചിത്രത്തിൻ്റെ ഹമ്മിങ്ങോ പല്ലവിയോ ചേർത്തതിന് നിയമ പോരാട്ടം നടത്തുകയും അത് സെറ്റിലായ എന്തോ ഒരു നഷ്ടപരിഹാരം നൽകി സെറ്റിൽ ചെയ്ത വിവരമൊക്കെ ഞാനും വാർത്താമാധ്യമങ്ങളിൽ കണ്ടും കേട്ടും മനസ്സിലാക്കിയത്. അപ്പോൾ ഈ വിദ്വാൻ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് എന്തെങ്കിലും നൽകിയോ? എൻ്റെ അറിവിൽ നൽകിയിട്ടില്ല, വാഗ്ദാനം ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ എൻ്റെ അറിവിനപ്പുറം പ്രേക്ഷകർ അറിവിൽ അക്കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക. പിന്നെ മറ്റൊന്ന്, ഇപ്പോൾ ഇളയരാജ നൽകിയിരിക്കണമെന്നൊരു നിയമവും അനുശാസിക്കുന്നില്ല. അതും നിങ്ങൾക്കും എനിക്കും അറിയാം. എൻ്റെ ഒരു കുഞ്ഞു സംശയം ഇവിടെ, എൻ്റെ ചെറിയ മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. പ്രതികരിക്കുക സുഹൃത്തുക്കളെ. നന്ദി, നമസ്കാരം.